ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, എനിക്ക് ഒരു കുട്ടാപ്പി എന്നുകൊണ്ടൊരു ബേബിയുടെ കാര്യം ഞാൻ പറയാറുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മോനായിട്ട് ഇനിയിപ്പോൾ കാനഡയ്ക്ക് ഷിഫ്റ്റ് ചെയ്യണം. അവർ ചേട്ടൻ ഓൾറെഡി അവിടെയാണ്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഇനി അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇന്ന് അവർ പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. അത്ര വലിച്ചു നീട്ടി വലുതാക്കാനൊന്നുമില്ല, കുട്ടി വ്ളോഗാണ്. ഞാൻ മാക്സിമം കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും പക്ഷെ ഞാൻ മാക്സിമം നോക്കി ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ഞങ്ങൾ എയർപോർട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. കുറച്ച് സാധനങ്ങൾ ഇതിലും ഉണ്ടായിരുന്നു, കുറച്ച് അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അതിലാണ് വന്നത്. അങ്ങനെ അവരും എത്തി. മോനെങ്ങടെ പോണേ? കാനഡ പോയോ? അപ്പൊ നന്ദനക്ക് സ്ട്രേഞ്ചർ പിടിച്ചു കൊണ്ടുപോയാലോ? പേടിയാവും. ഇങ്ങടൊക്കെ നണ്ടൂന് ഇട്ടല്ലേ? അങ്ങനെ പറ്റില്ല. നന്ദന ഇട്ടാണോ? എത്ര ഇട്ടാ? ആണോ? നന്ദനെ കൊണ്ടുപോവോ? തക്കര നന്നുടെ മുട്ടാണ് മുട്ട്. നിറച്ചിട്ടാണ് തരണേ. മറക്കരുത്. എന്തോന്നെ മറക്കൂ മോൻ? വിളിച്ചോ? പൊളിയോ? എന്നിട്ട് പറയാ. എന്നിട്ട് വിശേഷം സീക്രട്ട് അല്ലേ? സീക്രട്ട് സീക്രട്ട് ആണ്. പറയണ്ടട്ടാ, ആരോട് പറയണ്ട. ഓക്കെ, എടുക്കട്ടെടാ ചക്കര. ഇവിടെ നന്ദുവിന് ഇവിടെ ചാടി ഓട്ട് കേറടാ. കെട്ടിപ്പിടിച്ചോ മുഖത്തടാ. നന്ദുനി എന്നാ കാണാ? മണ്ടയോ? ഇന്ന് ടുഡേ മണ്ടയാ? പോവാ? നന്ദുനെ കൊണ്ടുപോണില്ലേ? അങ്ങനെ കുറേ കളിയും ചിരിക്കുകയൊക്കെ ശേഷം അവർക്ക് പോവാറായി.
അവർക്ക് ബോർഡ് ചെയ്യാനുള്ള ടൈമായി. നല്ല സങ്കടമുണ്ട്, പക്ഷേ അവർ ലൈഫല്ലേ, അവരും ഒരുമിച്ച് നിന്ന് അടിച്ച് പൊളിക്കട്ടെ. അങ്ങനെ അവരുള്ളിൽ കയറിപ്പോയി. ഈ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഏരിയയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവിടെ എല്ലാ ചെക്കിങ്ങും ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവർക്ക് ഫ്ലൈറ്റ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ പതുക്കെ അവരുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് കയറട്ടെ. അപ്പം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോന്നു. സോ ഗായ്സ്, അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അങ്ങനെ കുട്ടാപ്പി പോയി. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എനിക്കെത്ര ഭയങ്കര കണക്ഷനാണ് ഞാനും അവനും തമ്മിൽ. എൻ്റെ ചേച്ചിയുടെ മോനാണെങ്കിലും ഞാൻ എൻ്റെ മോനെ പോലെ നോക്കി വളർത്തിയതാണ് അവനെ. എനിക്ക് ഒന്നാമത് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ചെറുതിലേ തൊട്ട് നോക്കാൻ കിട്ടിയത് അവനെ മാത്രം. എൻ്റെ സ്വന്തം അനിയനെ പോലും എനിക്കിത് പറ്റിയിട്ടില്ല, ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മാക്സിമം എഫേർട്ട് ഞാൻ അവനെ നോക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കണക്ഷൻ അവനായിട്ട്. അവനും അങ്ങനെയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്ര നാളത്തെ പോലെയല്ലല്ലോ, ഒരു 3 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാര്യങ്ങളല്ലേ പിന്നീട് ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവരങ്ങനെ പോയി. വിഷമമൊക്കെ ഉണ്ട്, എന്നാലും അവനും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എന്നെ ഹാപ്പി ആയിട്ട് നിൽക്കട്ടെ, വളർന്ന് വലിയ കുട്ടിയാവട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ അവർ പോയി. കുറച്ച് ലോങ് ഫ്ലൈറ്റാണ്, ടൈം എടുക്കും അവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. സോ ഹോപ്പ് യു ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ കണ്ടൻറ്റ്സ് ഏതെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ.